ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റഫാസ് കിച്ചൻ ടൂർ. അപ്പം നമുക്കിന്നൊരു അടിപൊളി മന്തി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതായത് ഇത് കുറേ പേർക്ക് കഴിക്കാനുള്ള മന്തിയൊന്നുമല്ല, ഒരു 3-4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയതൊക്കെ. അതിൻ്റെ കൂടെ ചട്നിയുണ്ട്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ചിക്കൻ എടുത്ത് നല്ല ഫ്രഷ് ആക്കി വെക്കണം. ഇനി സെല്ല റൈസ് 1 ഗ്ലാസ്സിന് എടുത്തേക്കുന്നത് നല്ലതുപോലെ കഴുകി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടേ. ഇനി മസാല തയ്യാറാക്കാം. ഇഞ്ചി വെളുത്തുള്ളി ആ കാണുന്ന കൂട്ട് കുറച്ച് മതി. പിന്നെ കുരുമുളക്, ചെറിയ ജീരകം, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി ഇത്രയും ഒരു 1.5-2 ടീസ്പൂൺ അളവിൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഞാൻ മാഗി ക്യൂബായിട്ട് ഒരെണ്ണേ ഇടുന്നുള്ളൂ, എനിക്കത് മതി. പിന്നെ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ, ഒരു 1/2 കപ്പ് to 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് ഈ ചിക്കനിലേക്ക് നല്ലതുപോലെ പുരട്ടി കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഇതിനെ ഒന്ന് 1 മണിക്കൂർ, അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പാനിലേക്ക് വെച്ചെടുക്കുവാണ്. പ്രത്യേകിച്ച് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, എൻ്റെ അടുത്ത് യെല്ലോ ക്യാപ്സിക്കം ഉണ്ടായിരുന്നത്, പിന്നെ കുറച്ച് സവാളയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തിരിച്ചും മറിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് അടിച്ചു വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. അത് നമ്മുടെ മസാല കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് സ്പൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലെമൺ കൂടെ ആഡ് ചെയ്യണം. ലെമൺ എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഈ റൈസ് തമ്മിൽ ഒന്നൊന്നായിട്ട് ഒട്ടാതിരിക്കാൻ വേണ്ടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ആ റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 80% വേവ് ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റണം. ഒരു 80 മതി കേട്ടോ, കൂടുതലായാൽ വെന്തളിഞ്ഞു പോകും. അതിനുശേഷം കോരി മാറ്റി നമ്മൾ നേരെ മസാലയിലേക്ക് ഇടുക. ഞാനിത് ഈ ചിക്കനും ഇതിൻ്റെ കൂടെ ഇടുക കേട്ടോ. ചിലരിങ്ങനെ ചിക്കൻ എടുത്ത് മുകളിൽ വെക്കുന്നത് കാണാം. പലരും പല രീതിയിലാണല്ലോ കുക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് മസാല ഇതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ നമ്മളൊന്നും ആഡ് ചെയ്യണ്ടല്ലോ ഈ മന്തിക്ക്. പിന്നെ ഒരു 2-3 ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ജസ്റ്റ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഇത് ഞാൻ സിമ്പിൾ മന്തിയാണ് തയ്യാറാക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഷേലിക്കായ്ക്ക് ഉച്ചയ്ക്ക് ഓഫീസിൽ ലഞ്ച് കൊടുത്തു വിടുന്നതാണ്. അതുകൊണ്ട് ഞാൻ അലുമിനിയം ഫോയിലിൽ പൊതിയുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മന്തി തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം മന്തിയാണെന്ന്. വേറൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളി മന്തിയും സിമ്പിൾ ആൻഡ് ഹമ്പിൾ മന്തിയും ചട്നിയും തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.